അതൊക്കെയാണ്. 64-ാമത്തെ അന്നേരം എടുത്തില്ല. അതൊരു പോയിന്റ് കുറച്ചിട്ടേക്ക് വെക്കാൻ. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയച്ചരൻ ആത്മവശൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ആത്മനിയന്ത്രണമുള്ളവൻ രാഗദ്വേഷങ്ങളില്ലാത്തവയും സ്വന്തം അധീനത്തിൽ വർത്തിക്കുന്നവയുമായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുകയാണെങ്കിലും ശാന്തി സുഖം നേടുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും മോഹന വിഷയങ്ങളുടെ മാദക നൃത്തം കാണാം. എന്നാൽ അവയുടെ നേരെ രാഗമോ ദ്വേഷമോ ഇല്ലാതെ ആത്മനിയന്ത്രണത്തോടെ ജീവിത വ്യാപാരം നിർവഹിക്കാൻ കഴിവുള്ളവനാരോ അവൻ മനഃശാന്തി അനുഭവിക്കുന്നു. വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടി മാറി നിന്നാൽ രക്ഷപ്പെടാമെന്ന് വ്യാമോഹിക്കേണ്ട. കാരണം ബാഹ്യ വിഷയങ്ങളുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ അല്ല, അവയോട് നമുക്കുള്ള രാഗദ്വേഷങ്ങളാണ് മനസ്സിനെ വിഷമിപ്പിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു ഈ ഇന്ദ്രിയ സംയമനം ഇല്ലാത്തവന് ഉണ്ടാവുന്ന ആ ഒരു നാശം. ഇതിപ്പോൾ നമ്മളൊക്കെ എല്ലാം ഉണ്ടാകുന്നതാണ്. നാശം വെച്ചാൽ ഈ ചിലരിൽ നിന്ന് ആ നാശത്തിലോട്ട് പോകും. ഇപ്പോൾ കണ്ടില്ലേ, സൂയിസൈഡിലോട്ടും ചില വേണ്ടാത്ത ഇതിലൊക്കെ ചെന്ന് ചാടുന്നത്. പക്ഷെ നമ്മുടെ എന്തുവാ, നമ്മൾ ആ ഇന്ദ്രിയ സുഖത്തിലൂടെ എന്നുവെച്ചാൽ ആഗ്രഹത്തിനോടുള്ള ഈ അനുഭവങ്ങൾ എന്തുവാ, ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മൾ എല്ലാം അനുഭവിക്കുന്നത്. ഈ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ അനുഭവങ്ങളും നമ്മൾ ഇന്ദ്രിയത്തിലൂടെയാണ്. അപ്പം അതിൻ്റെ പുറയിലോട്ടുള്ള നമ്മുടെ ആ മനസ്സിൻ്റെ ആസക്തി, നമ്മുടെ ചില ആഗ്രഹങ്ങൾ ഇത് നടന്നേ പറ്റൂ. നമ്മൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഇതെല്ലാം എനിക്ക് നടക്കണം, ഇത് നടന്നില്ലേ പ്രശ്നമാണ്, അങ്ങനെ നമ്മൾ ചില സങ്കല്പങ്ങളുണ്ട് ഇങ്ങനെ, ഇതൊക്കെ നടന്നേ പറ്റൂ, അല്ലാതെ എങ്ങനെയാ ഒക്കത്തില്ല, നടക്കണം. അതിനു വേണ്ടി നമ്മളങ്ങ് ഭയങ്കര അശ്രാമ പരിശ്രമമോ. അപ്പം ഇത് നടന്നില്ലെങ്കിലോ, അപ്പം ഇങ്ങനെ വലിയ ആകാംക്ഷയോടെ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങൾ, ഇങ്ങനെ വേണം അങ്ങനെ വേണം, നമുക്ക് ഇങ്ങോട്ട് മനസ്സിലെല്ലാം അതിങ്ങനെ ഉൾക്കിടക്കുക. അപ്പം അതിനുവേണ്ടി അതിൻ്റെ സാഹചര്യം വരുമ്പോൾ അതുകൊണ്ട് നമ്മളങ്ങ് ഉള്ളഴിഞ്ഞ് പ്രയത്നിക്കുക ആ ആഗ്രഹത്തിന് വേണ്ടി. അപ്പോൾ ഈ ആഗ്രഹം ചിലപ്പോൾ നടന്നു വരാം, നടന്നില്ലെന്ന് വരാം. നടക്കാതെ വരുമ്പോഴോ നമ്മുടെ ജീവിതം ഭയങ്കര നമ്മളിങ്ങനെ ചിന്തകളാ, പിന്നെ ദുഃഖ ചിന്തകളാ, അയ്യോ നടന്നില്ലല്ലോ, ഇനി എന്താവും, ഇങ്ങനെ ദുരിതം. നമ്മൾ ഈ നാശത്തിലോട്ട് പോയില്ലെങ്കിലും നമ്മുടെ ജീവിതം ദുരിതമാവുന്നതിന് കാരണം ഈ ഇന്ദ്രിയ സംയമനം ഇല്ലാത്തതാണ്. നമ്മുടെ ഇന്ദ്രിയ സംയമനം, അപ്പം എപ്പോഴാണ് ഈ ഇന്ദ്രിയ സംയമനം വരുന്നത്? നമ്മൾ ഈ ചുമ്മാതെ ഒക്കത്തില്ല. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇപ്പം നമ്മളെന്തുവാ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്നാണ് വിചാരിക്കുന്നത്. ഇതെല്ലാം ആഗ്രഹങ്ങൾ മനസ്സ് വിചാരിച്ചോ, ജീവിതങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്ന് ഇങ്ങനെ അങ്ങ് പോകണം. അത് എൻ്റെ ജീവിത ലക്ഷ്യം അതല്ല. നമ്മൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അങ്ങനെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ഇതാണ് ഞാൻ ആരാണെന്നും എൻ്റെ ലക്ഷ്യം എന്താണ്, എൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും ഞാൻ ഈ ഈശ്വരൻ്റെ സങ്കല്പം എന്താണെന്നൊക്കെ തിരിച്ചറിയുമ്പോഴേ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ പ്രാരംഭം വന്നിരിക്കുക, കർമ്മഫലം അത് അനുഭവിച്ചേ പറ്റൂ, അതിൽ കൂടെ കടന്നുപോയേ പറ്റൂ. ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയും വേണം. അതിലൂടെ എനിക്ക് പോകേണ്ടത് എനിക്ക് ഈശ്വരനിലോട്ടാണ്. ഇപ്പം അത് ഈ കാര്യം ഇതുവരെ നമ്മൾ ഈ അറിയാതിരുന്ന ഈ ഗീതയൊക്കെ പഠിക്കുന്നത് വരെ നമ്മുടെ എന്തുവാ, ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക, ഇതേ ഉള്ളൂ ജീവിതത്തിലെ ലക്ഷ്യം, അല്ല വേറെന്തുവാ. നമ്മുടെ പല കാര്യങ്ങളുണ്ട്. ശരിക്കും നമ്മൾ പഠിച്ചു, നല്ല ജോലി, ഹാർഡ് വർക്ക് ചെയ്ത് ജോലി കിട്ടി, കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, അവരെ നല്ലപോലെ നോക്കി, അവരെയും നല്ലോണം പഠിപ്പിച്ചു, അവരെ നല്ലപോലെ കല്യാണം അയപ്പിച്ചു. അവർ ഇങ്ങനെ പിന്നെ അവരുടെ തീർത്ഥാടനങ്ങളും എല്ലാവർക്കും ഉപകാരം ചെയ്ത് സൊസൈറ്റിക്കിലൊക്കെ ഇങ്ങനെ എല്ലാവർക്കും നല്ല ഒക്കുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്ത്, സഹായങ്ങളൊക്കെ ചെയ്ത്, തീർത്ഥാടനം ചെയ്ത്, ദൈവവിചാരവും കുറേ ജപങ്ങളൊക്കെ ജപിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന് പേരക്കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് സ്വസ്ഥമായിട്ടിരുന്നങ്ങ് മരിച്ചു പോകണം. ഈ എൻ്റെ ആഗ്രഹങ്ങളല്ലേ, വിചാരിച്ചൊക്കെ ഒരിക്കൽ ജീവിതത്തിൽ വിചാരിച്ച പോലെയൊക്കെ നടന്നു, ഇനിയിപ്പോൾ വലുതായിട്ടൊന്നുമില്ല. നമ്മുടെ ഈ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടത്തി തീരുക. അതൊക്കെ ചിലർക്ക് വളരെ ഭാഗ്യമായിട്ടൊക്കെ നടക്കുന്നു, ചിലർക്ക് പല വിചാരിക്കുന്ന പോലെ നടക്കത്തില്ല. ഇതിനപ്പുറം നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഒരു ജീവിത ലക്ഷ്യം. ഇതാണോ ജീവിത ലക്ഷ്യം? അല്ല. ഈ മനുഷ്യന്മൻ കിട്ടിയത് വേറൊരു പർപ്പസ് ഉണ്ട്. ഈ എത്രയോ പല പല ജന്മങ്ങളിൽ കൂടെ പല പല ജീവികളായിട്ട് നമ്മൾ ജന്മം എടുത്തിട്ടുണ്ട് നേരത്തെ. നമുക്ക് ഇപ്പം മനുഷ്യന്മം കിട്ടിയിരിക്കുന്നു. ഈ മനുഷ്യന്മത്തിന് കിട്ടിയതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഒരു വിവേകമുണ്ട്,
മറ്റുള്ള രാശികളിൽ നിന്ന് നമുക്കുണ്ടായിരിക്കുന്ന വിവേകമുണ്ട്. ഈ വിവേകത്തൂടെ എനിക്ക് ഈശ്വരനോട്ട് പോകാനാ. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹ സാഫല്യത്തിൽ കൂടെ ആഗ്രഹം നടത്തിക്കുന്നതോടൊപ്പം എനിക്ക് അതിൽ നിന്ന് എനിക്ക് ഈശ്വരനോട്ടും പോകണം. അല്ലാതെ ഈ ആഗ്രഹം നടത്തിക്കഴിഞ്ഞാൽ മരിച്ചു പോകാനല്ല. എനിക്ക് മരണമില്ല, ലയനമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പല പല ശരീരത്തിൽ കൂടെ പ്രകടമായി പോവുക. എനിക്ക് മരണമില്ല. എൻ്റെ ഒരു ശരീരം വിടും. ഇല്ല, പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ എത്ര ശരീരങ്ങൾ വിട്ടു. നമ്മൾ ഓരോ ശരീരത്തിൽ നിന്നും ആ അനുഭവത്തെ ആ ദശയിലെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചു. ഓരോ ജീവിത കാലഘട്ടത്തിലും നമ്മൾ ഓരോ അനുഭവങ്ങൾ ആ ശരീരത്തിൽ നിന്ന് ബാല്യകാലത്തിലെ അനുഭവങ്ങളെല്ലാം നമുക്ക് ഇപ്പം ഈ സമയത്ത് നമുക്ക് സാധിക്കാൻ പറ്റുമോ? അതിന് ആ ശരീരം വേണം. ആ ശരീരത്തിൽ നിന്ന് അന്ന് കിട്ടേണ്ടതും അനുഭവിക്കേണ്ടതും എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. സുഖവും ദുഃഖവും എല്ലാം ആ ബാല്യദശയിൽ നമ്മൾ കണ്ടിട്ടില്ലയോ? ബാലാരിഷ്ടതൊക്കെ ചിലർക്കൊന്നും ഉണ്ടാവത്തില്ല. അപ്പം എന്തൊക്കെ അനുഭവം ഉണ്ടോ, ഓരോ ദശയിലും എന്തെല്ലാം വരണോ അതെല്ലാം നമ്മൾ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ എവിടെയും സ്റ്റക്കപ്പ് ആവുന്നില്ല. പക്ഷേ ഇത്രയോ ശരീരങ്ങൾ മാറിയാലും നമ്മൾ അറിയുന്നില്ല. നമ്മൾ വളർന്നു വരുന്നു നമ്മൾ വിചാരിക്കുന്നതല്ലാതെ എത്രയോ ശരീരങ്ങളിൽ കൂടി ഞാനെന്ന ആ ജീവാത്മാവ് യാത്ര ചെയ്യുന്നു. ഇപ്പം നമ്മളെന്ത് വിചാരിച്ചിരുന്നത്, ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ്. ഇതിൽ കവിഞ്ഞ് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഈ ജീവാത്മാവും പരമാത്മാവും ഒക്കെ കേട്ടിട്ടുണ്ട് അവിടെ, പക്ഷെ എന്തുവാണെന്നുള്ള ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഈ ജീവാത്മാവിന് ഒരു ലക്ഷ്യമുണ്ട്, പരമാത്മാവിൽ പോയി ലയിക്കേണ്ടതാ. ഇടയ്ക്ക് ഒരു സംഗതി നിപ്പുണ്ട് ഇവിടെ, ഒരു വാസന രണ്ടിൻ്റെ ഇടയ്ക്ക്. ഈ ജന്മത്തിലാണത്. ആ വാസന ഇല്ലാതാക്കി എനിക്ക് മറ്റേതിലോട്ട് ലയിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേ, അറിയാത്രത്തോളം കാലം ഞാൻ ഈ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ സംയമനം പാലിക്കാൻ നമുക്ക് അറിയത്തില്ല. നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാവത്തില്ല. നമ്മൾ അതിൻ്റെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുക മനുഷ്യർ. ഈ തത്വങ്ങളെ ഗ്രഹിക്കാത്തവരെ, സാധാരണക്കാരെല്ലാം ഇതിൻ്റെ പുറകിൽ പിന്നെ ആ ജന്മം കൊണ്ടുണ്ടാവുന്ന ചില ഇതുണ്ട്. ഓരോ ജന്മത്തിലും ഓരോ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിനനുസരിച്ച് ഓരോന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നു. എന്നാലും അൾട്ടിമേറ്റ് സത്യം അറിഞ്ഞിട്ടില്ല. ഈ ഒരു ഗുരുവിൽ നിന്നോ നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ നിന്നോ അറിയാത്തടത്തോളം കാലം നമ്മൾ ഈ ഭൗതികത്തിൽ എന്തറിവ് നേടിയാലും ഈ അറിവ് കിട്ടത്തില്ല. അപ്പം ഈ അറിവ് കിട്ടാത്ത ഒരാൾക്ക് നമ്മളിങ്ങനെ ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ പുറകെ, ഇന്ദ്രിയ സുഖത്തിൻ്റെ പുറകെ, അനുഭവങ്ങളുടെ പുറകെ, ആഗ്രഹങ്ങളുടെ പുറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതാണ് അതൊക്കെ വിചാരിക്കുന്ന പോലൊക്കെ ആ ആഗ്രഹങ്ങളൊക്കെ നിവർത്തിക്കുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യമായിട്ട് നമ്മൾ കരുതുന്നു. പക്ഷെ അതല്ല എനിക്ക് പോകേണ്ടത്. നമ്മൾ ഇതെല്ലാം കേട്ടിട്ടുണ്ട് മോക്ഷം, പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഏതോ മരിച്ചതിന് ശേഷം കിട്ടേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ മോക്ഷം കിട്ടിക്കാണ്. മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ നരകത്തിൽ പോകും. ഇങ്ങനെയൊക്കെ ഉള്ളൊരു മോക്ഷാവസ്ഥ നമുക്ക് അതിനെക്കുറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടേണ്ട ഒരു അവസ്ഥയാണ്. എന്നുവെച്ചെന്തുവാ? പരമമായ ശാന്തി. നമുക്ക് ഈ ജീവിതത്തിൽ ശാന്തിയുണ്ടോ? നമ്മൾ സുഖത്തിനെ അന്വേഷിച്ച് പോവുക. സുഖം തന്നെയാണ് ശാന്തി, നമ്മളത് അറിയുന്നില്ല. പക്ഷെ ഓരോ ആഗ്രഹത്തിൻ്റെ പുറകെ നമ്മൾ ആഗ്രഹം നിവർത്തിക്കുമ്പോഴോ നമുക്കൊരു സുഖം വരുന്നു. ഉടനെ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പോകും. അടുത്ത ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞു അതിൻ്റെ പുറത്ത്. അപ്പോൾ അടുത്ത ചിന്തകൾ. എൻ്റെ ദുരിതം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ നിരന്തര ചിന്തന ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച്. എന്നുവെച്ചാൽ എന്തുവാ? കഴിഞ്ഞു പോയതിനെക്കുറിച്ചും ഇനിയും വരാൻ പോകുന്നതിനെക്കുറിച്ചും ഉള്ള ചിന്തകളാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം. എല്ലാവരുടെയും അതാണ് നമ്മുടെ ദുരിതം. നമ്മൾ കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുക, അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഭയം. എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് രണ്ടുമാണ് ദുരിതം. അപ്പം നമ്മൾ ഈ പ്രസന്റിൽ നമ്മൾ ഇപ്പോൾ ഉള്ള അനുഭവങ്ങളെ നമ്മൾ ആസ്വദിക്കാൻ നമുക്ക് ഒക്കുന്നില്ല. എങ്ങനെയൊക്കെയോ തള്ളി നീക്കുക. അപ്പോൾ ആ രീതി പോവുക. നമ്മൾ ഈ ഇന്ദ്രിയ സുഖത്തിൻ്റെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുക. നടന്നില്ലെങ്കിലോ നമ്മൾ ദുരിതത്തില്ല. അപ്പം ഈ ആഗ്രഹ സാഫല്യത്തിൽ കൂടെ എനിക്ക് പോകേണ്ടത്, അത് നടന്നാലും നടന്നില്ലേലും എനിക്ക് ഒരു നിസ്സംഗത്വം കാരണം എൻ്റെ ലക്ഷ്യം ഇതല്ല. ആ തിരിച്ചറിവുണ്ടായാൽ ഞാൻ ഈശ്വരൻ്റെ അംശമാണെന്നും ഈ വാസന എൻ്റെ മാലിന്യമാണെന്നും ഈ വാസനാ മാലിന്യം നീങ്ങണമെങ്കിൽ ഞാൻ കർമ്മം ചെയ്യണം. ഈ കർമ്മത്തിൽ കൂടെ കർമ്മഫലം നീങ്ങത്തുള്ളൂ. അല്ലാതെ നമ്മളിരുന്ന് വെറുതെ ഇരുന്ന് ജപിച്ചുകൊണ്ട് കർമ്മഫലം ഇല്ല, നീങ്ങി പോകത്തില്ല, മാറത്തില്ല. ആ കർമ്മഫലത്തിനെ കർമ്മം കൊണ്ട് വേണം. നമ്മളിപ്പോൾ ചുമ്മാതെ കർമ്മം ചെയ്യുക, കർമ്മയോഗത്തിൽ ചെയ്യണം. കർമ്മത്തിൽ കൂടെ ഞാൻ ജന്മങ്ങളെ കൂട്ടത്തേ ഉള്ളൂ, ആഗ്രഹങ്ങളെ കൂട്ടത്തേ ഉള്ളൂ, കർമ്മഫലം കൂട്ടത്തേ ഉള്ളൂ. അപ്പം ഈ കർമ്മത്തിനെ ഞാൻ കർമ്മയോഗത്തിൽ സമർപ്പണ ബുദ്ധിയിൽ ചെയ്യണം. അതാണ് അത് എങ്ങനെ നമ്മൾ ഓരോന്നും നമ്മൾ പരിശീലിക്കേണ്ട. ഈ സത്യങ്ങളെ നിരന്തരം ചിന്തിക്കുന്നതാണ്, നിരന്തര ചിന്തനമാണ് മനനം. ഈ മനനമാണ് നമ്മൾ ഇതിലോട്ട് ഉറപ്പിക്കുന്നത്.
അല്ലാതെ നമ്മൾ ശരീരം കൊണ്ട് എന്ത് കാട്ടിക്കൂട്ടിയാലും അതിനൊരു കാര്യവുമില്ല. അതിൻ്റെ പുറകിലുള്ള ഭാവമാണ് മുഖ്യം. അപ്പം നമ്മൾ അതാണ് തെറ്റായ, നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടു, തെറ്റായ സങ്കല്പങ്ങൾ ആത്മനാശത്തിനും ശരിയായ സങ്കല്പങ്ങൾ ആത്മശ്രേയസിനും ഉപകരിച്ചാൽ എന്തുവാ തെറ്റായ സങ്കല്പങ്ങൾ? എനിക്ക് ഈ ആഗ്രഹ നിവൃത്തിയാണ്, എൻ്റെ ലക്ഷ്യം. ഞാൻ അതിൻ്റെ ആഗ്രഹങ്ങളെ ചിന്തിച്ചു കൂട്ടും, ഇങ്ങനെയൊക്കെ നടന്നു കൂട്ടണം, അതാണ്. അതേസമയത്ത് ശരിയായ സങ്കല്പം എന്തുവാ? ഈ ആഗ്രഹം നിവർത്തിച്ചാലും നിവർത്തിച്ചില്ലെങ്കിലും എനിക്ക് പോകേണ്ടത് ഈശ്വരനിലോട്ടാണെന്നുള്ള ശരിയായ സങ്കല്പം, ആ ഒരു ഭാവൻ, ആ ഒരു ധാരണ നമ്മളിൽ ഉറയ്ക്കണം. അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ദുരിതമല്ല. ജീവിതം ഒരു ലീല പോലെ. കൃഷ്ണനൊക്കെ ജീവിതം ലീല, അങ്ങനല്ലേ പറഞ്ഞത്? കൃഷ്ണൻ്റെയൊക്കെ ലീലകൾ എന്നാ പറയുന്നത്. കൃഷ്ണൻ ജീവിച്ച് തീർത്തെന്നല്ല പറഞ്ഞത്. നമുക്കും അതുപോലെ എല്ലാം സാധിക്കും. എല്ലാ അനുഭവങ്ങളെയും നമ്മൾ സാക്ഷി ഭാവത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം എൻജോയ് ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, കാരണം ചിരിക്കുക എന്നുള്ളതല്ല. എല്ലാത്തിനും നമ്മൾ സ്വസ്ഥമായി സമാധാനമായി എല്ലാത്തിനെയും തരണം ചെയ്യും. എത്ര വലിയ ചലഞ്ചസ് വന്നാലും അത് എല്ലാത്തിനും നമുക്കെന്തോ ചില സമയത്ത് വഴിമുട്ടും. ഇപ്പൊ അർജുനൻ എന്താ വഴിമുട്ടിയത്? അയ്യോ ഇനി ഒക്കത്തില്ല, പക്ഷേ എനിക്ക് ഈ യുദ്ധം ചെയ്യാൻ വയ്യ. നമ്മുടെ മുമ്പിൽ ഓരോ കർത്തവ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യാൻ ഒക്കാതെ നിൽക്കും. പ്രൊഫഷണലായാലും പേഴ്സണൽ ലൈഫിലായാലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പലയിടത്തും നമ്മൾ സ്റ്റക്കായി പോകും. അപ്പം നമുക്കെന്താ ഇങ്ങനൊരു വേറൊരു അറിവില്ല. അതാ പറഞ്ഞത്, ഈ ആത്മീയതയും ഭൗതികതയും പാരലായിട്ട് പോകേണ്ടതാ. നമ്മൾ ആത്മീയതയെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയത്തില്ല. നമ്മൾക്ക് അറിയാവുന്ന എന്തുവാ? അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനും ജ്യോത്സ്യരെടുക്കെ പോകാനുമാണ് നമ്മുടെ ആത്മീയത. ഇതൊരു തെറ്റായ കൺസെപ്റ്റാ. വഴിതെറ്റി നടക്കുക നമ്മൾ. അപ്പം നമ്മൾ ഈ ശരിയായ കാര്യങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുമ്പോൾ ഇത് സ്വസ്ഥമായി ജീവിതം പോകും. അതാ ദുരിതം. അപ്പം അങ്ങനെയാണ് എൻ്റെ ജീവാത്മാവിൻ്റെ ഈ അവസ്ഥ. എന്നുവെച്ചാൽ ആ സ്റ്റാറ്റസ് ഉയർന്നു ചെല്ലും. അവസാനം ചെല്ലുന്ന എവിടെ? ഈശ്വരനിൽ ലയിക്കും. അവസാനം എൻ്റെ ഈ വാസനകളെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും. എല്ലാം അനുഭവിച്ചു തീർക്കണ്ട. അതിനകത്ത് സ്ട്രോങ്ങിൽ പറയുന്നുണ്ട്, നമ്മുടെ മനസ്സ് ഇതിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ റിമൈനിങ് വാസനകളെല്ലാം പൊയ്ക്കോളും. പ്രാരബ്ധം ഒഴിച്ച് ബാക്കി എല്ലാ വാസനകളും വാനിഷായി പോകും. എപ്പോഴേ? എൻ്റെ മനസ്സ് ഈ നിരന്തര ചിന്തനത്തിൽ കൂടെ ഈ ഞാനെന്നുള്ള എന്നിലുള്ള പരമാത്മ ചൈതന്യത്തിൽ, ഞാൻ ഈശ്വരൻ്റെ അംശമാണ്. ഇതിൽ എൻ്റെ മനസ്സ്, ഞാൻ ഈ ശരീരമല്ല, ഈ ബുദ്ധിയല്ല, ഈ ഇതിൽ നിന്ന് മാറി ഞാൻ ഈ ഡിവൈൻ, അതാണ് ആ ഡിവൈൻ പവറാണ്, ഈശ്വര അംശമാണ് ഞാൻ. പക്ഷെ വ്യത്യാസം എന്താ? എന്നിലെ വാസന. ഈ വാസനയെ ഞാൻ എങ്ങനെ മാറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വാസന എന്ന് വെച്ചാൽ എന്താ? എൻ്റെ ആഗ്രഹ നിവൃത്തി എങ്ങനെ വരുത്തണം? അത് ഇന്ദ്രിയ സംയമനത്തിലൂടെ, മനസ്സംയമനത്തിലൂടെ, ഇത് രണ്ടിനോട് ചേർത്താണ് ആത്മസംയമനം എന്ന് പറയുന്നത്. ഇന്ദ്രിയ സംയമനവും മനസ്സംയമനവും, ഇത് രണ്ടോട് ചേർന്ന് ആത്മസംയമനം നമ്മൾ പരിശീലിക്കണം. എങ്ങനെ പരിശീലിക്കുന്നത്? ഈ നിരന്തര സത്യങ്ങളെ നിരന്തരം നമ്മൾ മനനം ചെയ്യണം. അത് ഉറച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതെല്ലാം നമ്മൾ വന്നു ചേരും. നമ്മൾ ഇതെല്ലാം ഈ ധാർമ്മിക എന്ന് വെച്ചാൽ വിവേകത്തിൽ വരുമ്പോൾ അതെല്ലാം വാല്യൂ ബേസ്ഡ് ആണ്. ക്ഷമ, സഹനശക്തി, ഉറപ്പ്, ധൈര്യം, ഇതൊക്കെയാണ് നമുക്ക് ഇതിലൊന്നും നമുക്ക് ഈ കാര്യങ്ങൾ ഉറയ്ക്കും തോറും നമ്മളിൽ ഈ ഗുണങ്ങളെല്ലാം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഓരോരുത്തർക്കും വളരെ പക്വതയായിട്ടും ക്ഷമയോടൊക്കെ എത്രയോ പേരൊക്കെ അതൊക്കെ ജന്മനാ കുറെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സത്യങ്ങളെ തിരിച്ചറിയാൻ ഒന്നുകൂടെ പരിശീലിക്കാൻ ശ്രമിച്ചാലോ ജീവിതം വളരെ ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും നീങ്ങും. അവസാനം നമ്മുടെ ജന്മം ഉയരുകയും ചെയ്യും. ഈ ജന്മം ആത്മസാക്ഷാത്കാരം കിട്ടിയില്ലെങ്കിലും അടുത്ത ജന്മം ഒരു ഉയർന്ന ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കും. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ, അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കും എൻ്റെ ജനനം. അവിടുന്ന് എനിക്ക് ഈ യാത്ര ആരംഭിക്കാം. കാരണം ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ രീതിയിലുള്ള കർമ്മങ്ങളൊന്നും പിന്നെ നമ്മൾ ആദ്യം തുടങ്ങി നേരത്തെ പിന്നെ തുടങ്ങേണ്ട ആവശ്യമില്ല. എവിടെ നിർത്തിയിരുന്നോ അവിടുന്ന് നമുക്ക് തുടങ്ങാൻ പറ്റും. ഈ ഒരു കർമ്മം മാത്രം. ബാക്കി എല്ലാ കർമ്മങ്ങളും തിരിച്ചും റിപ്പീറ്റ് ചെയ്തേണ്ടി വരും. ഇതിൻ്റെ ഒരു ഗുണം ഇതിനകത്ത് നേരത്തെ ശ്ലോകങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് എത്രത്തോളം നമ്മൾ ഉയർന്നോ അവിടുന്ന് നമുക്ക് പിന്നെ തുടങ്ങാൻ പറ്റും. അല്ലാതെ അത് ഇത്രയും വേസ്റ്റായി പോകത്തില്ല. അപ്പം നമ്മൾ ഇനിയുള്ള സമയമെങ്കിലും ഇതിനെ നമ്മൾ സീരിയസ് ആയിട്ട് കണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. കാരണം എന്തോ പ്രാക്ടീസ് ചെയ്യുന്നത്? ഈ പഠിച്ച ഞാൻ ഈ അറിഞ്ഞ കാര്യങ്ങൾ എങ്ങനെ ഓരോ ശ്ലോകത്തിന്റെ അർത്ഥമല്ല, ഈ അർത്ഥത്തിനെ ഗ്രഹിക്കണം. ഞാൻ ഇതെന്താണ് പറഞ്ഞേക്കുന്നുള്ള ഇത് എന്താണ് അതിനെ ഉൾക്കൊണ്ടാൽ, അർത്ഥം കാണാൻ പറഞ്ഞിട്ടല്ല, അതിനെ ഉൾക്കൊണ്ട് ഓരോരുത്തരും അല്ലയോ, അത് ആർക്കും പഠിപ്പിക്കാൻ പറ്റത്തില്ല. അവരവർ ചിന്തിച്ച് മനസ്സിലാക്കണം. ഇതെല്ലാം എല്ലാ ശ്ലോകങ്ങളിലും ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുക. എന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നേ? നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സംഗതിയിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിലോട്ട് നമ്മളെ ഡയറക്ഷനോട്ട് ആ ഡയറക്ഷൻ കാട്ടിത്തരുക. ഞാൻ ആ ദിശയിൽ ഞാൻ ചിന്തിക്കേണ്ട എൻ്റെ അവരവരുടെ കടമയാണ്.
അവരവരുടെ പ്രയത്നമാണ്. അതാ പ്രയത്നം ഇവിടെ. ഞാൻ ശരിക്കും ആ ശരിയായ ദിശയിൽ ഇതിനെ മനനം ചെയ്യണം. അങ്ങനെ എനിക്ക് ഈ ജന്മത്തിനെ ശ്രേയസ്കരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ചില വിഷയങ്ങളുടെ നേരെ പ്രിയമോ മറ്റു ചിലതിൻ്റെ നേരെ അപ്രിയമോ ഇല്ലാത്ത സംയമിയായ മഹാത്മാവ് സ്വതന്ത്രനായി ജീവിതയാത്ര നിർവഹിക്കുന്നു. നാം എവിടെ പോകുമ്പോഴും നമ്മുടെ നിഴലും കൂടെ ഉണ്ടാകുമല്ലോ. സ്നേഹം കൊണ്ട് നമ്മെ ബന്ധിക്കാനോ വെറുപ്പ് കൊണ്ട് നശിപ്പിക്കാനോ നിഴലിന് കഴിയില്ല, ശക്തിയില്ല. അതുപോലെ നമ്മെ പ്രഹരിക്കാൻ വിഷയങ്ങൾക്കാവില്ല. എന്നാൽ നമ്മുടെ ശക്തി അവയ്ക്ക് പ്രദാനം ചെയ്യുന്നു. അതുപയോഗിച്ച് അവ നമ്മെ പ്രഹരിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ജീവാത്മാവാണ്. ഇപ്പം ഞാൻ കുറെ പ്രാരബ്ധം കൊണ്ടുവന്നിരിക്കുക, എന്നുവെച്ചാൽ എന്തുവാ, കർമ്മഫലം കൊണ്ടുവന്നിരിക്കുക ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടത്. അതാണ് എൻ്റെ വാസനകളാണ്, ഇഷ്ടവും അനിഷ്ടവുമാണ്, ആഗ്രഹങ്ങളാണ്, ആഗ്രഹ നിവൃത്തി. ഇത് ഈ ആഗ്രഹ നിവൃത്തി എന്ന് പറഞ്ഞാൽ ഓരോ വിഷയങ്ങളാണ്, ഞാൻ ഓരോ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളിൽ നിന്ന് വിഷയങ്ങളിൽ കൂടാണ് എനിക്ക് കിട്ടുന്നത്. ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ്. അതാ എൻ്റെ അനുഭവം, അതാ എൻ്റെ ഇഷ്ടം, അതാ എൻ്റെ ആഗ്രഹം. അപ്പം ഈ എവിടെ പോയാലും നമ്മൾ എവിടെ പോയാലും നിഴൽ നമ്മുടെ കൂടെ ഉണ്ട്. ആ നിഴൽ നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്ന പോലെ എവിടെ പോയാലും വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളല്ല നമുക്ക് പ്രശ്നം, നമ്മൾ അതിലോട്ട് കാണിക്കുന്ന ആസക്തിയാണ് പ്രശ്നം. ഇതെനിക്ക് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല. ഇങ്ങനെ അല്ലയോ എത്രയോ പേര് സൂയിസൈഡ് ചെയ്യുന്നേ. എനിക്ക് വഴിയില്ല, എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ ഇങ്ങനെ എക്കത്തുള്ളൂ. നമ്മളിങ്ങനെ സ്റ്റക്കാകുക. എന്തുകൊണ്ട്? എനിക്ക് ഇതേ ഉള്ളൂ വഴി, ഇതാണ് എൻ്റെ ലക്ഷ്യം, ഇതാണ്, ഇത് സാധിക്കാന്നുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കുന്നേ? നമ്മൾ ആ ജീവിത ലക്ഷ്യം അറിയാതെ നമ്മൾ എവിടേക്കോ കുരുങ്ങിക്കിടക്കുക. അപ്പം നമ്മുടെ കൂടെ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് അതിനോടുള്ള ആസക്തിയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ശരിയാ, പക്ഷേ ആഗ്രഹം സാധിച്ചാൽ നല്ലത്, സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല നമുക്ക്. നോ, ഇത് സാധിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ ഇല്ല ജീവിതം. അല്ലെങ്കിൽ ഇത് ഒക്കത്തില്ല, നമുക്കെല്ലാം ദുരിതമാണ്. പിന്നെ ഇങ്ങനെ നടന്നില്ലല്ലോ, പിന്നെ ദൈവത്തിനെ പ്രാർത്ഥിച്ചു നടക്കുക. ഇപ്പൊ നമ്മൾ നമ്മുടെ ജീവിത ലക്ഷ്യം അതല്ല. ഈ ആഗ്രഹ സാഫല്യത്തിൽ കൂടെ എനിക്ക് എനിക്ക് പോകേണ്ടത്, നമ്മൾ വിചാരിക്കുന്നതുവാ, ഞാനും എൻ്റെ ഭാര്യയും ഭർത്താവും മക്കളും അച്ഛനും പേരൻസും ബന്ധുമിത്രാദി ഇതൊക്കെ ഈ ലോകമാണ് നമ്മൾ. ഇതല്ല ഇതെന്റെ ഈ വ്യാവഹാരിക ലോകമാണ്. ഓരോരുത്തരും ഇവിടുന്ന് പോകേണ്ടത് ഒറ്റയ്ക്കാ. ഈ ഗ്രൂപ്പായിട്ട് പോകാൻ പറ്റുമോ ഇവിടുന്ന്? അപ്പൊ എങ്ങോട്ടാണ് പോക്ക്? എങ്ങോട്ടാ? എനിക്ക് അൾട്ടിമേറ്റായിട്ട് എത്തിച്ചേരേണ്ട ഈശ്വരനിലോട്ടാ. നമ്മൾ ഇതന്നെ ഒന്നും തിരിച്ചറിയാത്തതിന് കാരണം നമ്മുടെ തന്നെ വാസനയാണ്. ഇപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വിഷയങ്ങളുണ്ടെങ്കിലും അതിനോട് ഒട്ടലില്ലാതെ നമ്മൾ എല്ലാത്തിനോടും ഒട്ടിയിരിക്കുക. ആ ആസക്തിയാ, ഒട്ടല്ല. നമ്മൾ അതുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ ആഗ്രഹങ്ങളോട് നമ്മളങ്ങ് അറ്റാച്ച്ഡാ. അതാണ് ഈ ജീവിതത്തിനെ പ്രശ്നമാക്കുന്നതെല്ലാം. ചിലത് നാശത്തിലോട്ട് പോകും, അല്ലെങ്കിൽ ദുരിതത്തിലോട്ട് പോകും. ഈ നമ്മുടെ ആഗ്രഹത്തോട് നമ്മൾ അങ്ങ് അറ്റാച്ച്ഡ് ആവരുത്. നടക്കട്ടെ, നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോഴാണ് നമ്മൾ നിസ്സംഗതം വരുന്നത്. എനിക്ക് നടന്നാൽ സുഖം, നടന്നില്ലെങ്കിൽ ദുഃഖം. ഈ അവസ്ഥ നമുക്ക് വരുത്തില്ല. ഒരു വടി കയ്യിലെടുത്ത് സ്വദേഹത്തിൽ അടിക്കുകയും ആ അടിയേറ്റ് പിടുകയും ചെയ്യുന്ന ഒരു ഭ്രാന്തനുണ്ടെന്ന് വയ്ക്കുക. ഒരു വടി കയ്യിലെടുത്ത് സ്വദേഹത്തിൽ അടിക്കുകയും ആ അടിയേറ്റ് പിടുകയും ചെയ്യുന്ന ഒരു ഭ്രാന്തനുണ്ടെന്ന് വയ്ക്കുക. അയാളുടെ വേദനയ്ക്ക് എന്താണ് പരിഹാരം? ഒന്നുകിൽ അയാൾ വടി കയ്യിലെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എടുത്താലും സ്വദേഹത്തിൽ പ്രഹരിക്കാതിരിക്കുക. മനസ്സ് വിഷയങ്ങളെ കയറി പിടിക്കുമ്പോഴാണ് അവ തിരിഞ്ഞു കുത്തുന്നത്. അതിനാൽ അവയുടെ നേരെ രാഗമോ ദ്വേഷമോ വെച്ച് പുലർത്താതിരിക്കുക. ഇന്ദ്രിയങ്ങളെ സ്വാധീനത്തിൽ നിർത്തുക. അപ്പോൾ നമ്മെ വിഷമിപ്പിക്കാനും വിഷയങ്ങൾക്ക് ശക്തി ഉണ്ടാവില്ല. വിക്ഷേപങ്ങൾ നീങ്ങി മനസ്സ് ശാന്ത പോകും. നമ്മുടെ പ്രശ്നത്തിനെല്ലാം കാരണം എന്തുവാ? നമ്മുടെ വിക്ഷേപം വെച്ചാൽ എന്തുവാ? ടർബുലൻ്റാ മനസ്സ്. ചിന്തകൾ ഇങ്ങനെ വരികയോ, സാധിച്ചില്ലല്ലോ, നടന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? ഈ ചിന്തകളാണ് നമ്മുടെ ദുരിതം. അനാവശ്യ ചിന്തകൾ. ഈ ഒന്നീ നടന്നു കഴിഞ്ഞതിനെ കുറിച്ചും അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ, ഇത് പാസ്റ്റും ഫ്യൂച്ചറും. ഈ ചിന്തകളാണ് നമ്മുടെ ജീവിതം ദുരിതത്തിലാക്കുന്നത്. നമ്മൾ ഈ അനുഭവങ്ങളെ നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കുന്നില്ല. എത്രയോ പേര് നമുക്കറിയാം, ഓരോ ഇതിൽ കൂടെ കടന്നു പോകുമ്പോഴും ഒരു സന്തോഷത്തിൽ കൂടെയല്ല, ഒരു സമാധാനത്തിൽ കൂടെയല്ല, എല്ലാം ദുഃഖവും അല്ലെങ്കിൽ ആദിയോ. ഇനി എന്ത് സംഭവിക്കും? ഈ പ്രസന്റിൽ നമ്മൾ ഇരിക്കാൻ, ഇതാണ് ദൈവം. ഈ ഈശ്വര ചൈതന്യത്തിൽ ഇപ്പം ഞാനുണ്ട്. ഈ ഈശ്വര ചൈതന്യം എനിക്ക് അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. ഈ ഈശ്വരനിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് അറിയത്തില്ല.
നമ്മളിങ്ങനെ ഫ്യൂച്ചറിലോട്ട് നോക്കി പേടിച്ചിരിക്കും. ഇപ്പം എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാം, ഏത് നിമിഷവും അവിടുന്ന് പോകേണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ ഈ നിമിഷം എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഈശ്വരൻ്റെ അംശമാണ്. എനിക്ക് അൾട്ടിമേറ്റ്ലി പോകേണ്ടത് അങ്ങോട്ട് തന്നെ. ഈ ശരീരം വിടുന്ന എൻ്റെ പ്രശ്നമല്ല, ഈ ശരീരം വിട്ടുപോകുന്നുള്ളതാ. ഈ ശരീരമല്ല ഞാൻ. ഈ ഈ ശരീരവും ബുദ്ധിയും അല്ല, മനസ്സും ബുദ്ധിയും ഒന്നും അല്ല ഞാൻ. ഇതൊക്കെ എൻ്റെ ടൂൾസാ. എന്തിനു വേണ്ടിയുള്ളേ? എൻ്റെ അനുഭവങ്ങളെ അനുഭവിക്കാനുള്ളേ. ഇതിനെയൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇതൊരു ഭ്രമമാണ്. ഞാനൊരു ജീവാത്മാവ്, ഈശ്വരൻ്റെ അംശമാണെന്നുള്ള ഉറപ്പ് നമ്മൾ കൊണ്ടുവരണം. അപ്പം നമ്മൾ ഈ വിഷയങ്ങളല്ല പ്രശ്നം, ആ വിഷയങ്ങളെ നമ്മൾ അതുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്. അതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഒരു ഭ്രാന്തൻ വടിയെടുത്ത് അടിക്കുക, വേദന കൊണ്ട് പൊളയുക. ഒന്നീ വടി താഴെ വെക്കണം, അല്ലെങ്കിൽ അടിക്കാതിരിക്കണം. ഇതാണില്ല നമ്മൾ ഈ വിഷയങ്ങളുമായിട്ടുള്ള നമ്മുടെ ഈ അപ്രോച്ച്. ഇങ്ങനെ മനസ്സിന്റെ പ്രശാന്ത ഭാവത്തെ പ്രസാദം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പൂജ കഴിഞ്ഞ് വിതരണം ചെയ്യുന്ന മധുരപലഹാരത്തെ പ്രസാദമാണെന്നാണല്ലോ പറയുക. ശ്രദ്ധാഭക്തി പുരസ്സരം അനുഷ്ഠിക്കപ്പെടുന്ന ആരാധനയുടെ ഫലമായി സാധകന്റെ ഉള്ളം തെളിഞ്ഞ് ശാന്തമാവും. അതത്രേ ഈശ്വര പ്രസാദം. ശ്രദ്ധ ഭക്തി പുരസ്സരം. എന്തുവാ ശ്രദ്ധ? അതാണ് നമ്മൾ ശ്രദ്ധ എന്നുള്ളത്. നമ്മൾ വേറെ ഇതിൽ വരും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ശ്രദ്ധ. ഈ ശ്രദ്ധ നമ്മുടെ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അശ്രദ്ധയാണ്, അലക്ഷ്യമാണ്. നമ്മളെ ഒന്നിനെയും നമ്മൾ ശ്രദ്ധയോടല്ല നോക്കുന്നത്. ഈ ശ്രദ്ധയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മുടെ ആ ഉദാസീന ഭാവം എല്ലാത്തിലും ഉണ്ട്, നമ്മൾ എല്ലാവർക്കും ഉണ്ട്. ശ്രദ്ധ, അതാണ് ഏകാഗ്രത, കോൺസെൻട്രേഷൻ. ആ ഫോക്കസ് വേണം എല്ലാത്തിലും. നമ്മൾ അതിനെയൊക്കെ ഈ സത്യങ്ങളെ മനസ്സിലാക്കി നിരന്തരം ചിന്തിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടായിക്കോളൂ അത്. ആ ശ്രദ്ധ ഭക്തി എന്ന് വെച്ചാൽ സമർപ്പണ ബുദ്ധി. എന്തുവാ ഭക്തി? ഞാൻ ഈശ്വരന്റെ അംശമാണ്, ഞാൻ ഈശ്വരനോട്ട് ഇതാണ് ഭക്തി. അല്ലാതെ നമ്മൾ അമ്പലത്തിൽ പോയി കുറി തൊടുന്നതല്ല ഭക്തി. ശ്രദ്ധാഭക്തി പുരസ്സരം അനുഷ്ഠിക്കപ്പെടുന്ന ആരാധനയുടെ ഫലമായി സാധകന്റെ ഉള്ളം തെളിഞ്ഞ് ശാന്തമാവും. അതത്ര ഈശ്വര പ്രസാദം. നമുക്ക് അങ്ങനെ ഈ രീതിയിൽ നമ്മൾ കർമ്മങ്ങളെ ചെയ്യുമ്പോൾ ശ്രദ്ധയോടും ഭക്തിയോടും സമർപ്പണ ബുദ്ധിയോടും കർമ്മങ്ങളെ ഓരോന്ന് അനുഷ്ഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിൽ തെളിയും, നമുക്ക് സ്വസ്ഥത. അതാ പ്രസാദം, അതാ ഈശ്വര പ്രസാദം. ഈശ്വര പ്രസാദം അതല്ല, ഞാൻ ഇരിക്കുന്ന ഈശ്വരനല്ല, ഞാൻ അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ എനിക്ക് സ്വസ്ഥത വരുന്നു. അതാണ് ഈശ്വര പ്രസാദം. അതിൻ്റെ പ്രതീകമായാണ് പൂജ കഴിഞ്ഞാൽ മധുരം പ്രസാദം വിതരണം ചെയ്യുന്നത്. ഇതൊക്കെ സിംബോളിക്ക. വേദാന്തിയെ സംബന്ധിച്ചിടത്തോളം മനഃശുദ്ധി, പ്രശാന്തി തന്നെ പ്രസാദം. വിക്ഷേപങ്ങൾ നന്നേ ചുരുങ്ങിയ മനസ്സിനെയാണ് ശുദ്ധ മനസ്സെന്ന് പറയുന്നത്. രാഗമോ ദ്വേഷമോ കൂടാതെ വിഷയങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ പഠിച്ച സംയമയുടെ മനസ്സിൽ വിക്ഷേപങ്ങൾ ഉദിക്കുകയില്ല. അയാളുടെ മനസ്സിലാക്കാൻ വിഷയങ്ങൾ ശക്തങ്ങളല്ല. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. മനഃപ്രസാദം ശാന്തി കൈവരുമ്പോൾ അവന്റെ സർവ്വ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്നു. എന്തെന്നാൽ പ്രസന്നചിത്തന്റെ പ്രജ്ഞ വേഗം നിശ്ചലമായി തീരുന്നു. വളരെയേറെ പ്രയത്നിച്ചതിന്റെ ഫലമായി മനസ്സ് പ്രസന്നമായി എന്നിരിക്കട്ടെ, അതുകൊണ്ട് എന്തു പ്രയോജനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരമാണ് ഈ ശ്ലോകം. മനസ്സ് പ്രസന്നമാകുമ്പോൾ സർവ്വ ദുഃഖങ്ങൾക്കും അറുതി വരുന്നു. സുഖത്തിന്റെ രഹസ്യമെന്തെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ശാന്തിയാണ് സുഖം. ശാന്തമായ മനസ്സിൽ സുഖം അനുഭവപ്പെടും. സുഖവും ശാന്തിയും രണ്ടല്ല. വിക്ഷേപങ്ങൾ അടങ്ങിയ മനസ്സിൽ ദുഃഖം അനുഭവപ്പെടില്ല. കാരണം വിക്ഷേപകലുഷിതമായ മനസ്സിന്റെ അവസ്ഥയാണ് ദുഃഖം. അതാ നമ്മൾ ഈ സുഖവും ദുഃഖവും. എന്തുവാണ് സുഖം, ദുഃഖം എന്താണ്? ഞാൻ നേരത്തെ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ആഗ്രഹം നിവർത്തിക്കണം. ഒരാഗ്രഹം, നമുക്കൊരു വീട് പണിയണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങി. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം ശ്രമങ്ങളാ. ഒരു വീട് വെച്ച് അതിന് നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളെ എല്ലാം ശ്രദ്ധിച്ച് പല പല ചിന്തകളാണ് നമുക്ക്. ഈ ചിന്തകളാണ് നമ്മുടെ ദുരിതം. ഈ വീട് വെക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കി വസ്തു വാങ്ങിച്ച് വീട് വെച്ചു, അതിനുവേണ്ടി നടന്നില്ല. അവസാനം ആ വീട് പാല് കാച്ചി എല്ലാം നിർത്തിയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴോ അപ്പോഴും നമ്മൾ ഒരു നിശ്വാസം, എല്ലാം കഴിഞ്ഞല്ലോ. കാരണം അതുവരെ ഞാൻ ചിന്തിച്ചു കൂട്ടി എല്ലാം അപ്പം അതിന്റെ പൂർത്തീകരണത്തിൽ അപ്പം നമുക്ക് സ്വസ്ഥ വരും. എന്തുവാ, പിന്നെ പല ചിന്തയില്ല അപ്പോഴും. അന്ന് പാലുകാച്ചിൻ്റെ അന്നെല്ലാം കഴിയുമ്പോൾ എന്തെല്ലാം തരത്തിൽ ഓടി നടന്ന് എന്തെല്ലാം പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മൾ അവസാനം നിന്ന് കഴിയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് കിടന്നു. അതുവരെ ഉണ്ടാവുന്നവരെ നമ്മൾ എന്തെല്ലാം ചിന്തകളിൽ കൂടെ കടന്നുപോയി.
ആ ഒരു ദിവസം ഇനിയും അത് ഒന്ന് ആ വീട് കഴിയുമ്പോഴെല്ലാം നമ്മളവിടെ താമസിച്ചു തുടങ്ങി. അവിടെ താമസിക്കുമ്പോൾ നമുക്ക് ചിന്തകളില്ല, നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവും, ഒരു സുഖം ഉണ്ടാവും. എന്തുവാ അതുവരെ എന്തുവാ എൻ്റെ ചിന്തകളായിരുന്നു. ഈ ചിന്തകളെയാണ് വിക്ഷേപം എന്ന് പറയുന്നത്. ഞാൻ പല പല ചിന്തകൾ, അയ്യോ അതൊക്കെ സാധിക്കുമോ, ഇത് സാധിക്കുമോ, അത് വേണം, നടക്കുവോ നടക്കത്തില്ലയോ, ഇങ്ങനെ ഇതെല്ലാം എൻ്റെ ദുരിത ചിന്തകളാണ്. എൻ്റെ ജീവിതം ദുരിതമാക്കുന്ന ഇതാ. അപ്പം ഈ ഓരോ ആഗ്രഹം സാധിക്കുമ്പോഴോ എനിക്കൊരു സുഖം വരുന്നു. അപ്പൊ നമ്മളെന്ത് വിചാരിക്കുന്നേ, ഓരോ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ എനിക്ക് സുഖം അപ്പോഴാണ് എനിക്ക് ശാന്തിയും സുഖവും കിട്ടുന്നത്. ഈ ആഗ്രഹങ്ങൾ സാധിച്ചില്ലേ പിന്നെ എനിക്ക് എവിടെ സുഖം, പിന്നെ എന്തിനാ ഇവിടെ ജീവിക്കുന്നേ? നമ്മുടെ ഈ ഒരു തോന്നല, ഇതിന്റെ ഈ ആഗ്രഹത്തിന്റെ സാധിക്കുന്നതുകൊണ്ടല്ല എനിക്ക് സുഖം. എൻ്റെ ചിന്തകൾ, ഇങ്ങനെ അനാവശ്യ ചിന്തകളാണ് എൻ്റെ ദുരിതം, ദുഃഖം. ഞാൻ തന്നെ ഇതിനെ എൻ്റെ ജീവിത ലക്ഷ്യം തിരിച്ചറിയാൻ നമ്മൾ ഈ ആഗ്രഹത്തിന്റെ പുറകെ പോകുന്നതുകൊണ്ടാണ് ഈ വിക്ഷേപം എന്ന് വെച്ചാൽ ടർബുലൻസ്. ഈ വിക്ഷേപങ്ങളാണ് എൻ്റെ ദുരിതം. നമ്മൾ ഇതിന്റെ ഈ കാര്യങ്ങളെ തിരിച്ചറിയുമ്പോഴോ അപ്പൊ നമുക്കൊരു ഈ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഗീത ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇതെല്ലാം ഇതെല്ലാം മനസ്സിലാവുമ്പോൾ തന്നെ കൃഷ്ണൻ പറഞ്ഞേക്കുന്നുണ്ടാണോ ഇത് ശരിയാന്ന് തോന്നി? നമുക്കൊണ്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നില്ലേ? അല്ലാതെ ഗീതയെ പറഞ്ഞേക്കുന്നുണ്ട് ശരിയാ നമ്മൾ അന്ധമായി വിശ്വസിക്കുവാണോ? ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അത് റിവീൽ ചെയ്യപ്പെടുക. നമുക്കറിയാം, ഇതൊക്കെ അറിയാം. പക്ഷെ ഇതൊക്കെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാരണം എന്താ? ഇതെല്ലാം നമ്മളിൽ ഉള്ളതായിരുന്നു, മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു. എന്ത് കാരണം? വാസന കാരണം. ഇപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് അത് റിവീൽ ചെയ്യപ്പെടുകയാണ്. പുതിയൊരു സംഗതി ഉണ്ടാകുകയല്ല. കൃഷ്ണനും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അല്ല, കൃഷ്ണന്റെ ഒരു പ്രിൻസിപ്പിൾ പോലെ അല്ല ഇത് പറയുന്നത്. ഇതെല്ലാം നേരത്തെ പണ്ടുകാലത്തെ പറഞ്ഞിരിക്കുന്നു ഇവിടെ. അല്ല, കൃഷ്ണൻ കൊണ്ടുവന്ന ഒരു ഐഡിയ അല്ല ഇത്. എല്ലാ ഉപനിഷത്തിലുള്ള ഒരു സംഗ്രഹമാണ്. കൃഷ്ണന്റെ കാലഘട്ടത്തിൽ നോക്കി എത്രയോ വർഷങ്ങൾ, എത്രയോ ഇതിഹാസങ്ങൾ ഉൾക്കൊള്ളതാണ് ഈ ഉപനിഷത്തുകൾ. എല്ലാം ശ്രുതികളാണ്. അതൊക്കെ കോട്ട് ചെയ്താണ് എല്ലാ ഉപനിഷത്തിലുള്ള എസൻസ് ആണ് ഭഗവത്ഗീത. കൃഷ്ണന്റെ പ്രിൻസിപ്പിൾ അല്ല ഇത്. അപ്പൊ ഈ രീതിയിലോട്ട് നമ്മൾ ഇതിനെല്ലാം ഉൾക്കൊള്ളിക്കുമ്പോൾ നമുക്ക് തന്നെ ഇതിനെല്ലാം തിരിച്ചറിയുമ്പോഴാണ് അപ്പൊ തന്നെ നമുക്കൊരു കാര്യങ്ങൾ ഇതാണല്ലോ സത്യം. അതുവരെ നമ്മൾ സത്യങ്ങളെ തിരിച്ചറിയാതിരുന്നു. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു. നമ്മൾ ഇതൊക്കെ ഇത്രയും കാലം ഇരുന്നിട്ട് ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. നമ്മളെല്ലാം ഇങ്ങനെ ഈശ്വരൻ വെളിയിലാണെന്നുള്ള തൊഴുതു പോകുന്ന ഒരു സംസ്കാരമാണ് നമ്മൾ അറിയുന്നില്ല. നമ്മളൊരു ഈശ്വരന്റെ അംശമാണെന്നുള്ള കാര്യം നമ്മൾ അറിയും. നമ്മൾ പക്ഷെ പറയും തൂണലും തുരുമ്പിലും എല്ലാം ഈശ്വരനുണ്ട്. പക്ഷെ നമ്മളില്ല, പല പല അമ്പലങ്ങളില്ല. നമ്മൾ ഇതൊക്കെ പറയുമെങ്കിലും ഇതിന്റെ എന്താണ് പറയുന്നത് ഗ്രഹിക്കാതെ പറയുകയാണ് നമ്മളെല്ലാം. അപ്പൊ എൻ്റെ ഈ ജീവിതം ദുസ്സഹമാകാൻ കാരണം ആവശ്യമില്ലാത്ത വിക്ഷേപങ്ങളാണ്. അതാ ഈ സുഖം, ഈ ചിന്തകൾ കുറയുമ്പോഴാണ് എൻ്റെ സുഖം, അവിടാണ് എനിക്ക് ശാന്തിയുള്ളത്. അതാണ് ഈ പാരഗ്രാഫ് പറഞ്ഞത്. മനസ്സ് പ്രസന്നമാവുമ്പോൾ സർവ്വ ദുഃഖങ്ങളും നശിക്കുന്നു എന്നതിനെ സർവ്വവാസനകളും ക്ഷയിക്കുന്നു എന്നർത്ഥമാണ്. അതാ സർവ്വ ദുഃഖങ്ങൾ നശിക്കുന്നത് ഈ വാസനകളാണ്. ഈ വാസനകൾ അത് കാരണമാണല്ലോ എനിക്ക് ദുഃഖം ഉണ്ടായത്. നടന്നില്ല. എൻ്റെ വാസന എന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹങ്ങൾ. അപ്പൊ ഇതൊക്കെ നടന്നാലും സുഖം, നടന്നില്ലേലും സുഖം. ഈ അവസ്ഥയിൽ നമ്മൾ വരും. അപ്പൊ നമുക്കിതെല്ലാം സാക്ഷിഭാവത്തിൽ കാണാൻ കഴിയും. കാര്യങ്ങൾ ഈ ചിന്തിച്ച് ഇതിൽ ഉറയ്ക്കും തോറും നമ്മുടെ മനോഭാവം മാറും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും, അത് നമ്മുടെ അനുഭവമായിട്ട് മാറും. ഈ പറയുന്നതൊന്നും വെറും ഒരു പ്രിൻസിപ്പിൾ അല്ല, എഴുതി വെച്ചേക്കുന്നത് എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ വരുന്നതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് വാസനയുടെ പുകമറ ബുദ്ധിയെ വ്യാമോഹിപ്പിക്കുന്നുവെന്നും അതാണ് ദുഃഖഹേതുവെന്നും ബുദ്ധിയോഗം അവലംബിച്ച് വാസന മറ നീക്കി പരമപദം പോകാമെന്നും മുഖവുരയിൽ പ്രസ്താവിക്കുന്നുണ്ട്. അതാ ഈ വാസന കാരണമാണ് വാസനയാണ് എന്നെ മറച്ചിരിക്കുന്നത്. അതൊരു പുകമറ പോലെ. വാസനയുടെ പുകമറ ബുദ്ധിയെ വ്യാമോഹിപ്പിക്കുന്നു. ഇത് വ്യാമോഹിപ്പിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കുക. വ്യാമോഹം വെച്ചാല് തെറ്റിദ്ധാരണ. അതാണ് ദുഃഖഹേതുവെന്നും ബുദ്ധിയോഗം അവലംബിച്ച് നമ്മൾ ബുദ്ധിയോഗം ചെന്ന ഈ കർമ്മയോഗത്തിൽ കൂടെ എങ്ങനെ ഏത് കർമ്മത്തിൽ കൂടെ ഈ ബുദ്ധി വെച്ചാൽ വിവേക ബുദ്ധിയിൽ ഞാൻ കർമ്മങ്ങൾ ചെയ്താൽ അതാ ബുദ്ധിയോഗം. കർമ്മയോഗത്തിൽ കൂടെ വാസനമറ നീക്കി പരമപദം വെച്ചാൽ ഈശ്വരൻ ലയിക്കാം. ജീവിതരംഗത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് എല്ലാ വാസനകളെയും സ്വയം നിർമ്മാർജ്ജനം ചെയ്യാനാവില്ല. ജീവിതരംഗത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് എല്ലാ വാസനകളെയും സ്വയം നിർമ്മാർജ്ജനം ചെയ്യാനാവില്ല. അതിനൊരു ഉപായം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു.
ആത്മനിയന്ത്രണത്തിന്റെ സഹായത്തോടെ മനസ്സിനെ സ്വാധീനിച്ച് പ്രശാന്തിയുടെ പവിത്രവേദിയിൽ പ്രതിഷ്ഠിക്കുക. അവിടെ വാസനകൾക്ക് നിൽക്കാനാവില്ല. അങ്ങനെ വാസനാശോഷണം സംഭവിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതാ. മനസ്സിനെ നിരന്തരം ഞാൻ ഈശ്വരന്റെ അംശമാണെന്നും ഞാൻ ഈ ശരീരമല്ലെന്നും ഈ ഈശ്വരന്റെ അംശം വാസനയിൽ കുടുങ്ങിപ്പോയതാണ് ഞാനെന്ന ഒരു ഭാവം വരാൻ കാരണമെന്നും ഈ വാസനയിൽ കുടുങ്ങിയത് കൊണ്ടാണ് ഞാൻ എന്നൊരു ഭ്രമം എനിക്കുണ്ടായത്. ആക്ച്വലായിട്ട് ഞാൻ ഈശ്വരനാണ്, പക്ഷെ ഞാനിപ്പോൾ ഭ്രമത്തിലായി. എന്തോ ഭ്രമം? ഞാൻ ഈ ശരീരമാണ്, എൻ്റെ ഈ ശരീരത്തിന്റെ ബലമാണ്, എൻ്റെ ബന്ധുബലമാണ്, എൻ്റെ എൻ്റെ സമ്പത്തിന്റെ ബലമാണ്. നമ്മൾ ഇതൊക്കെയാണ് ബലമായിട്ട് കാണുക. എന്നെ നിലനിർത്തുന്ന ഒരു ശക്തി ഇതൊന്നുമല്ലെന്നും ഈ ഈശ്വരന്റെ അംശമാണ് എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുള്ള ഒരു അറിവ് നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വാസനയൊക്കെ അങ്ങും അത് വാനിഷായി പോകും. നമ്മുടെ മനസ്സ് ഈ സമബുദ്ധി അതിനെ ജീവൻ മുക്തി എന്ന് പറഞ്ഞു സ്ഥിതപ്രജ്ഞൻ സമബുദ്ധിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതേപോലെ ഇതെല്ലാം ഈ പ്രാരബ്ധം ഒഴിച്ച് ബാക്കി നിൽക്കുന്ന സഞ്ചിതവും നമ്മളുണ്ടാക്കിയ ആഗാമികവും എല്ലാം വാനിഷായി പോകും. പ്രാരബ്ധം ഈ ശരീരം ജനിച്ചപ്പോൾ ഉണ്ടായത് ഈ ശരീരം അനുഭവിച്ചേ പറ്റൂ. പക്ഷെ അതുമായിട്ട് നമുക്കൊരു ബന്ധവും ഇല്ലാതിരിക്കും. അതന്നെ പറഞ്ഞ എത്രയോ അനുഭവങ്ങളുണ്ട്, എത്രയോ ഋഷിമാരുടെ. അവർക്കൊക്കെ ഈ ശരീരത്തിന് പ്രാരബ്ധം ഉണ്ടായിരുന്നു, പക്ഷെ അവർ ആത്മസാക്ഷാത്കാരം കിട്ടിയവരായിരുന്നു. അതും നമ്മൾ ഇതുമായിട്ടൊരു ബന്ധമില്ല. നമ്മുടെ ആ ശരീരത്തിന് കിട്ടുന്നത് നമുക്കിപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇതിൽ കൂടെ കടന്നുപോയവർക്കറിയാം. ഈ ശരീരത്തിലുണ്ടാവുന്ന പ്രാരബ്ധങ്ങളും ചില പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രാരബ്ധം ഉണ്ട്, പക്ഷേ ഇത് നമ്മുടെ മനസ്സിനെ ബാധിക്കത്തില്ല. ഏതവസ്ഥയിലും സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കും. അത് എത്രയോ ഒരു ഉന്നതമായ ഒരു ഇതാണല്ലേ. നമ്മൾ ഇതിനെ പരിശീലനത്തിലൂടെ സാധിക്കുന്നതാ എല്ലാവർക്കും. അല്ലാതെ ചില ഋഷിമാർക്ക് മാത്രമുള്ള കാര്യമല്ല ഇത് നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവനം ന ചാഭാവയത ശാന്തി അശാന്തസ്യ കുതസുഖം. മനസ്സംയമനം ഏകാഗ്രത ഇല്ലാത്തവന് ആത്മസ്വരൂപത്തെ സംബന്ധിച്ച ബുദ്ധി അറിവ് ഉണ്ടാവില്ല. മനസ്സംയമനം എന്നുവെച്ചാൽ ഏകാഗ്രത. ആത്മസംയമനം ഇല്ലാത്തവന് ആത്മസ്വരൂപത്തെ സംബന്ധിച്ച ബുദ്ധി അറിവ് ഉണ്ടാവില്ല. ഏകാഗ്രത ഇല്ലാത്തവന് ആത്മധ്യാനവും ഇല്ല. ധ്യാനാഭ്യാസം ഇല്ലാത്തവന് ശാന്തിയും ഉണ്ടാവില്ല. അശാന്തന് എവിടെ സുഖം? ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപായങ്ങൾ നിർദ്ദേശിക്കപ്പെടുമ്പോഴെല്ലാം മനസ്സിന്റെ പ്രശാന്തിയെ ഊന്നിപ്പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. സാംസ്കാരികമായോ ആധ്യാത്മികമായോ പുരോഗതി നേടാൻ പ്രയത്നം ചെയ്യേണ്ടത് ബുദ്ധിയാണല്ലോ. മനസ്സ് സ്വസ്ഥമാണെങ്കിലേ ബുദ്ധിക്ക് തെളിവും മികവും കിട്ടുകയുള്ളൂ. മനോനിയന്ത്രണം ഇല്ലാത്തവന് ആത്മവിചാരം ഭാവന ചെയ്യാൻ കഴിവുണ്ടാവില്ല. തത്വജ്ഞാനത്തിൽ താല്പര്യമോ ലക്ഷ്യബോധം പോലുമോ ഉണ്ടാവില്ല. ആത്മധ്യാനം വഴിക്കല്ലാതെ ശരിയായ മനഃശാന്തി കിട്ടാനും പോകുന്നില്ല. ശാന്തി ഇല്ലെങ്കിൽ സുഖം എവിടെ? ലക്ഷ്യബോധമുള്ള സാധകന് മാത്രമേ സമചിത്തതയോടെ പ്രതിബന്ധങ്ങളെയെല്ലാം തട്ടി നീക്കി ജീവിതയാത്ര സുഗമമാക്കാനും പരമപദം പോകാനും കഴിയും. അതാണ് നമ്മൾ നമ്മൾക്ക് എപ്പോൾ നമുക്കറിയാം, ഏത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിങ്ങനെ ഭയങ്കര അസ്വസ്ഥമായിട്ടിരുന്ന ആ കർമ്മം എങ്ങനെ ശരിയാവും? നമുക്കൊരു സ്വസ്ഥത ഇല്ലെങ്കിൽ, നമ്മൾ ഏത് കാര്യവും ഒരു സ്വസ്ഥമായി ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാമല്ലോ അതിന് ശരിയായ രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും ടർബുലന്റ് മനസ്സിലാണ്, ഓരോ ചിന്തകളിലാണെങ്കിൽ നമ്മൾ തുടങ്ങുന്നതെങ്കിൽ അതാണ് നമ്മുടെയൊക്കെ പ്രശ്നത്തിന് കാരണം. നമ്മൾ ഓരോ കർമ്മത്തിലും നമ്മുടെ മനസ്സ് സ്വസ്ഥമാകാതിരിക്കുന്നവർ എപ്പോഴും മനസ്സ് സ്വസ്ഥമല്ല, കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും. ഈ കർമ്മങ്ങളുടെയൊക്കെ ശരിക്കും എങ്ങനെ മനസ്സ് സ്വസ്ഥമായി ശാന്തമായ മനസ്സിനെ ആ കർമ്മങ്ങൾ ശരിയായ വിധത്തിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ടർബുലൻസ്. എന്തുകൊണ്ടാ? ഒന്നീ പാസ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച്, അല്ലെങ്കിലോ സ്വാർത്ഥ ചിന്തയെക്കുറിച്ച്. നമുക്ക് ഇങ്ങനെ കിട്ടണം, എൻ്റെ ഈ ഭാവമാണ് നമ്മളിൽ, അല്ലെങ്കിലോ പാസ്റ്റിനെ കുറിച്ചുള്ള ദുഃഖം, അല്ലെങ്കിൽ ഫ്യൂച്ചറോട്ടുള്ള ആകാംക്ഷ, ഭയം. ഇതിൽ നമ്മൾ ഈ ചിന്തകൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും നോർമൽ ലൈഫിൽ ഇരിക്കുന്നത്. എന്നിട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴോ എങ്ങനെ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും? അപ്പം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാത്തടത്തോളം കാലം അതിന്റെ റിസൾട്ട് എങ്ങനെ വരും? നമ്മൾ വിചാരിക്കുന്ന പോലെ വരുത്തുമില്ല. ഇത് നമ്മുടെ ജീവിത പ്രശ്നമല്ലേ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമായി പറഞ്ഞേക്കുന്നേ. അപ്പം ഏകാഗ്രത, ഈ മനസ്സംയമനവും ഇന്ദ്രിയ സംയമനവും ഇല്ലാത്തവർക്ക് എങ്ങനെ ജീവിതത്തിൽ സുഖം കിട്ടുന്നേ, ശാന്തി കിട്ടുന്നേ? ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുക.
നമ്മൾ സ്വസ്ഥത, ആ നമ്മൾ ശാന്തമായ മനസ്സിലേ നമുക്ക് ഈ നമ്മൾക്ക് പറഞ്ഞില്ല, ഈ ടർബുലൻസ് ആണ്, വിക്ഷേപങ്ങളാണ് നമ്മൾ ഈശ്വരനിൽ നിന്ന് അകറ്റുന്നത്. വാസനകൾ കാരണം വിക്ഷേപം ഉണ്ടാവുന്നു, ദുരിത ചിന്തയുണ്ടാവുന്നു. എനിക്ക് ഈശ്വരനോട് പോകണമെന്നുണ്ടെങ്കിലോ അവിടെ ശുദ്ധമാണ്, അവിടെ ഒരു പ്രശാന്തിയാണ്, ശാന്തിയാണ്, പ്രശാന്തിയാണ് ആ ഭാവം. എനിക്ക് ആ ഇതിലോട്ട് അവിടെ ഇങ്ങനെ നമ്മൾ ടർബുലൻ്റ് ആയിട്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ അടുക്കാനേ പറ്റത്തില്ല. നമ്മൾ ഈശ്വരൻ അകന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ശാന്തമായ പ്രശാന്ത, ഏകാഗ്രത, ആത്മസംയമനം, മനസ്സംയമനം, ഇന്ദ്രിയ സംയമനം, ഇതാണ് ആത്മസംയമനം. പരിശീലിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ധ്യാനത്തിൽ കൂടെ വേണം ലയനം നടക്കാൻ. ചിത്തശുദ്ധി വന്ന മനസ്സ്, ദാറ്റ് ഈസ് ബാലൻസ്ഡ് മൈൻഡ്. ചിത്തശുദ്ധി വന്ന മനസ്സിനെ, കാരണം ജീവൻ മുക്തി. ഇയാണ് നമ്മൾ ഒരു വാസനയിലും നടന്നാലും നിസ്സംഗത്വം, അറ്റാച്ച്ഡ് അല്ല, നടന്ന് എനിക്ക് നിസ്സംഗത്വമായി ആ മനസ്സ് ധ്യാനത്തിൽ കൂടെ വേണം ലയനത്തിലോട്ട് പോകാൻ. ആ ധ്യാനം നമുക്കറിയാമല്ലോ, മെഡിറ്റേഷൻ ഉണ്ട്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഇതല്ല, ഇന്നത്തെ ഒരു മനസ്സിന്റെ കോൺസെൻട്രേഷൻ, ആ കോൺസെൻട്രേഷൻ അല്ല ഇവിടെ പറയുന്നത്. നമ്മൾക്ക് ഏത് കാര്യത്തിനും ഏകാഗ്രത വേണം. നമ്മൾ ഭൗതികത്തിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഏകാഗ്രത വേണം. അപ്പൊ നമ്മൾ ഈശ്വരനോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡിഗ്രി എങ്ങനെ ആയിരിക്കും? അതാ നമ്മൾ മനസ്സിനെ എപ്പോഴും ശാന്തമാക്കാൻ ശ്രമിക്കണം. എങ്ങനെ ശാന്തമാവും മനസ്സ്? ഈ സത്യങ്ങളെ നിരന്തരം ചിന്തിച്ചാലല്ലേ ശാന്തമാവൂ. നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന എപ്പോഴെങ്കിലും ശാന്തമാവൂ ഈ മനസ്സ്? അപ്പം നമ്മുടെ ഈ കാര്യങ്ങളെ നിരന്തര ചിന്തനം, മനനം ചെയ്യുക. അപ്പം നമുക്ക് ശാന്തത, പ്രശാന്തി നമ്മളിൽ അനുഭവപ്പെട്ടു തുടങ്ങും. അങ്ങനെ പരിശീലനം ചെയ്യുക. അങ്ങനെ പരിശീലനം ചെയ്യുമ്പോൾ നമ്മൾ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ആശകൾ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കും. പക്ഷെ അത് നേരത്തെ ചെയ്ത പോലെ ആയിരിക്കത്തില്ല. നമുക്കൊരു വിക്ഷേപം ഉണ്ടാവത്തില്ല. നടന്നാലും ഓക്കെ, നടന്നില്ലേലും ഓക്കെ. അപ്പം വരുന്നതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിലോ നമ്മൾ പലയിടത്തും സ്റ്റക്കാവും. ഞാൻ വിചാരിച്ച പോലെ അല്ല. നമ്മൾ സങ്കല്പങ്ങൾ ഒരു ഡയറക്ഷനിലും റിയാലിറ്റി വേറെ ഡയറക്ഷനിലും എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല സിറ്റുവേഷൻസ് വന്നു ചേരുന്നത്. അതിൽ നമുക്ക് ഫ്രീഡം ഇല്ല. നമുക്ക് വന്നു ചേരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ഫ്രീഡം ഇല്ല. അതിനെ അക്സെപ്റ്റ് ചെയ്ത് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് പിന്നെ അപ്പം നമ്മൾ ഭയങ്കര ടർബുലൻ്റ് ആയിപ്പോവും. എന്ത് ചെയ്യണം എന്താ ചെയ്യേണ്ടത് നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. നമ്മൾ അതുപോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. ഇങ്ങനെ ജീവിതത്തിന് നമ്മൾ ദുരിതത്തിലോട്ട് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ കാര്യങ്ങളെല്ലാം വ്യക്തത വരുമ്പോൾ എപ്പോഴാ? മനസ്സിന് ആദ്യം സംയമനം പാലിക്കണം. ക്ഷമ, സഹനശക്തി, ബോൾഡ്നെസ് വേണം. നമ്മൾ ഈ ചിന്തിച്ചതിൽ ഉറച്ചു നിൽക്കണം. ഫേംനെസ് വേണം. പേഷ്യൻസ്, ടോളറൻസ്, ബോൾഡ്നെസ്, ഫേംനെസ്, ഇതെല്ലാം ക്വാളിറ്റീസ് ആണ്. നമ്മൾ വേറൊരു ശ്ലോകത്തിലോട്ട് വരുമ്പോൾ പറയും 36 ക്വാളിറ്റീസ്. ഇതെല്ലാം എപ്പോഴാണ് നമ്മൾ നിരന്തര ചിന്തനത്തിലൂടെ മനസ്സ് ഫിക്സ് ആകുമ്പോൾ ഇതെല്ലാം നമ്മളിത് വന്നു കഴിഞ്ഞ് വരും. അപ്പൊ നമ്മൾക്ക് അനുഭവത്തിലോട്ട് വരും ഇതെല്ലാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു മിനിറ്റ് ഉണ്ട്. ശരിക്കും ചിന്തിക്കുക. ഇത് വായിച്ചാൽ മാത്രം പോരാ, ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവത്തുള്ളൂ. ചിന്തിക്കണം. ശരിക്കും ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും നല്ലപോലെ ചിന്തിക്കുക.